ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ഒരു ചെറിയ ക്യാരറ്റും 2 സവാളയും ചെറുതായി കൊത്തിയരിഞ്ഞ് വെക്കാം. അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഉള്ളിയും ക്യാരറ്റും എല്ലാം ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഒരു പീസ് ചിക്കൻ കുക്കറിൽ മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി വെച്ചതാണ്. അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ കറക്കിയതിന് ശേഷം ആ മസാലയിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. 1/4 സ്പൂണ് മല്ലിപ്പൊടിയും 1/4 സ്പൂണോളം മുളക് പൊടിയും ചേർക്കാം. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഈ പൊടിയൊക്കെ ഒന്ന് ചൂടായി വരണം. കറിവേപ്പിലയോ മല്ലിയില എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇതിന് ഉള്ളിയൊന്നും നല്ലതുപോലെ വഴന്നു വരണ്ട. നേരത്തെ പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടാം. കട്ട്ലറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടി 2 മുട്ട നമുക്ക് ഉടച്ചെടുക്കാം. അതിലേക്ക് ശകലം കുരുമുളക് പൊടിയും ശകലം ഉപ്പും ചേർത്ത് വളരെ കുറച്ച് പാലും ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു പാനിലേക്ക് ശകലം എണ്ണ ഒഴിക്കാം. കുറച്ചെണ്ണ മതി കട്ട്ലറ്റിന്. മസാല എല്ലാം ഉടച്ച് കുഴച്ചെടുത്തതിന് ശേഷം കൈയുടെ വെള്ളയിൽ വെച്ച് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ആക്കി എടുക്കാം. ഇനി ഇത് മുട്ടയിൽ മുക്കിയെടുക്കാം. മുട്ടയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഇനി ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്യണം. ഞാനിവിടെ റസ്ക് പൊടിച്ചതാണ്. ബ്രെഡ് പൊടിയും എടുക്കാം, റസ്ക് പൊടിയും എടുക്കാം. ബ്രെഡ് ആണെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. റസ്ക് ആണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പൊടിച്ചെടുത്താലും മതി. ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധിക നേരം ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. കൂടുതൽ എണ്ണയും വേണ്ട. ഇത് ചുട്ടെടുത്താൽ മതി. തിരിച്ചും വിരിച്ചു വിട്ടൊന്ന് ചുട്ടെടുക്കാം. ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. വേഗമുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക. ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുതേ.